ലീഗിന്റെ ഇതിഹാസ നേതാവും മുൻ ചീഫ് വിപ്പുമായിരുന്ന പി സീതി ഹാജിയുടെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലെത്തിയ പി കെ ബഷീറിന് ഇത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമാണ്. നീണ്ട 43 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കിഴക്കൻ ഏറനാടിന് ഒരു മന്ത്രിയെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് നാട് ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ്. ഒപ്പം സന്തോഷ തിരത്തല്ലലിലാണ് എടവണ്ണയിലെ ബഷീറിന്റെ വീടും കുടുംബവും. തലസ്ഥാന നഗരിയിൽ പി കെ ബഷീർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മലപ്പുറത്തെ വീട്ടിൽ ഉമ്മ ഫാത്തിമ അജ്മയും സഹോദരിമാരും ആ നിമിഷം ടെലിവിഷൻ സ്ക്രീനിലൂടെ കൺകുളിർക്കെ കണ്ടു. മഞ്ചേരിയും കൊണ്ടോട്ടിയും അരീക്കോടും അടക്കം ഉൾപ്പെടുന്ന ഏറനാട് മേഖലയിൽ നിന്ന് അവസാനമായി മന്ത്രിയായത് ലീഗിന്റെ ഇതിഹാസ പുരുഷൻ CH മുഹമ്മദ് കോയയായിരുന്നു. 1982 അന്നത്തെ മഞ്ചേരി മണ്ഡലത്തിന്റെ MLA ആയിരുന്ന CH കരുണാകരൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി. 83 CHന്റെ മരണശേഷം പിന്നീടൊരു മന്ത്രിപദം കിഴക്കൻ ഏറനാടിനെ തേടിയെത്തിയിട്ടില്ല. അതിനിടയ്ക്ക് വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങൾക്ക് പലകുറി മന്ത്രിയെ കിട്ടിയപ്പോഴും ഏറനാട് തഴയപ്പെട്ടു. ഇപ്പോഴിതാ 2011 രൂപീകൃതമായ ഏറനാട് മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 4 വട്ടവും വിജയിച്ച് പി കെ ബഷീർ കിഴക്കൻ ഏറനാടിന്റെ മന്ത്രിസ്ഥാന വരൾച്ചയ്ക്ക് വിരാമമിട്ടിരിക്കുന്നു. 1977 MSFിലൂടെയാണ് പി കെ ബഷീർ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലായിരുന്നു 11ാം ക്ലാസ് വരെയുള്ള പഠനം. കാര്യങ്ങൾ എവിടെയും വെട്ടിത്തുറന്നു പറയുന്ന തനത് നാടൻ ശൈലിയാണ് ബഷീറിനെ അണികൾക്കും നാട്ടുകാർക്കും പ്രിയങ്കരനാക്കിയത്. 1985 എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രാദേശിക ഭരണകൂടത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. പിന്നീട് യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ്, ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എന്നീ പദവികളും അലങ്കരിച്ചു. നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഏറനാട് മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 4 തവണ ജനവിധി തേടി നിയമസഭയിലെത്തിയ ശേഷമാണ് ഇപ്പോൾ ഇതാദ്യമായി സംസ്ഥാന മന്ത്രിസഭയിലേക്കും പി കെ ബഷീർ ചുവടുവെക്കുന്നത്. ഈ ചാനൽ ന്യൂസ്, ഏറനാട്. Yes.